ചാളമേരി എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആലസി, നിന്റെ പല ചോദ്യത്തിനുള്ള ഉത്തരം നീ അന്ന് കണ്ട ആ പൂട്ടിയിട്ട മുറിയിലുണ്ടാവും. ചെന്ന് നോക്ക്, ചിലപ്പോൾ അവിടെ ഉണ്ടാവും നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. അവിടെ അവിടെ പോയി നോക്കാം. ആലോകേട്ടൻ, ജ്യോതിയോ? ജ്യോതി ആലോകേട്ടനും തമ്മിൽ എന്താ ബന്ധം? ജ്യോതിയോട് ചെന്ന് ചോദിച്ചോക്കാം. ജ്യോതി ആലോകേട്ടന്റെ ഭാര്യ. ആലോകേട്ടൻ, മനസ്സിലാവുന്നില്ല. ജീവനോടെ ഉണ്ടോ? ആലസി, നീ വണ്ടി എടുക്കടാ. എന്നെ വിട്ടു പോവോ? ഞാൻ തന്നെ വിട്ടുപോകും. താൻ എന്നെ വിട്ടുപോയില്ലേ. ഏയ് ആലസി, ഡോണ്ട് ടേക്ക് ടു മച്ച് സ്ട്രെസ്. വലുതായിട്ട് അങ്ങനെ സ്ട്രെസ് ചെയ്യുക ഒന്നും വേണ്ട. കൂളായിട്ടിരിക്കുക. ഓക്കെ, ടേക്ക് ഡീപ് ബ്രീത്ത്. ഹോസ്പിറ്റലാണ്, പേടിക്കണ്ട. എനിക്ക് പൊന്നൂനെ കാണാൻ പറ്റുമോ? ഓക്കെ, വിളിക്കാം. ആലസി, പൊന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എനിക്ക് തലയ്ക്ക് ഭയങ്കര പെയിൻ. അവളെ നീ ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നിനക്കൊന്ന് കരഞ്ഞൂടെ? കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊക്കെ വറ്റിപ്പോയിട്ട് കരയാൻ ഇപ്പം എൻ്റെ ജീവിതം ആലോചിച്ചിട്ട് എനിക്ക് കരച്ചിലല്ല ചിരിയാ വരുന്നത്. ഞാൻ എന്തിനാ പൊന്നും ജീവിച്ചിരിക്കണേ? ഇങ്ങനൊരു ജീവിതം ഈ ലോകത്ത് ആർക്കാ പൊന്നും ഉണ്ടാവും? ഇത്രയും വൃത്തികെട്ട ഒരു ജീവിതം ഈ ലോകത്ത് ആർക്കാ ഉണ്ടാവുക? അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോ നീ എന്തിനാണ് തളർന്ന്? അങ്ങനെയെങ്കിൽ ഞാൻ ചത്തൊടുങ്ങി പോയില്ലായിരുന്നു. നീ എന്തിനാ? നിങ്ങളൊക്കെ കാരണം നിങ്ങൾ എൻ്റെ ജീവനല്ല, എൻ്റെ ജീവിതം നശിപ്പിച്ച്. ആലസി, നിർത്ത്. നീ എന്തൊക്കെയാ പറഞ്ഞു പോകുന്നേ? നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ജീവിതം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല നടക്കുക. ഈച്ചുവേട്ടനെയും അലനേട്ടനെയും കസിൻ, പിന്നെ അലോകേട്ടൻ എന്ന് പറയുന്നത് ജ്യോതിയുടെ ഒരേ ഒരു ആങ്ങള.
ഓൾസോ നമ്മുടെ കുഞ്ചു കല്യാണം കഴിക്കാൻ പോകുന്ന ഉണ്ണി. ഹലോ കൃഷ്ണ. നീ ചെല്ല്, വയ്ക്കും. A few moments later. വിടാനാ പറഞ്ഞേ. എനിക്കുള്ള കാണും ആലസി. എടോ തന്നോടല്ലേ പറഞ്ഞ പറ്റത്തില്ലാന്ന്. എല്ലാറിഞ്ഞിട്ടൊന്ന് ചതിക്കായിരുന്നല്ലേ. പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട, ഒന്ന് പോ ഇന്ന് പ്ലീസ്. എന്നോട് ഇത്തിരി സ്നേഹമുണ്ട്, എന്നൊന്നും വെറുപ്പിക്കാതെ പോ പ്ലീസ്. എനിക്ക് നിങ്ങളെ ആരും കാണണ്ട. മിണ്ടരുത് നീ. എനിക്ക് നിന്നെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ കാണും. അത് ഏത് ഏഴാം കടലിൻ്റെ ഉള്ളിൽ പേർപ്പിച്ചാലും ഞാൻ വന്ന് തേടി കണ്ടുപിടിക്കും. എനിക്ക് നിന്നോട് സംസാരിക്കണം. കാണാൻ ഇവിടെ ആരും വരണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കണം. അതെന്താ? അതിന് ഞാൻ കാണാമെന്ന നിന്നെ അല്ലല്ലോ, നിന്റെ കൊച്ചിനെ അല്ലേ. ആലസി, യു ആർ പ്രഗ്നന്റ്. എൻ്റെ ചോര നിന്റെ വയറ്റിൽ കിടപ്പുണ്ട്. ഞാൻ അതിനെ കാണാൻ വന്നതാ. നീ ഇന്ന് ഉത്തരത്തിൽ എൻ്റെ കുഞ്ഞിനെ പിറന്നല്ലോ. നീ എൻ്റെ കൊച്ചിനെ വിട്ട് നീ എങ്ങോട്ട് പോവാ ആലസി? നിന്നെ ഞാൻ വിടില്ല, എങ്ങോട്ട് ഞാൻ വിടില്ല. എന്നെ എൻ്റെ കൊച്ചിനെ വിട്ട് എങ്ങോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല ആലസി. നീ എൻ്റെ പെണ്ണ ആലസി. അതേവം വന്ന് ചോദിച്ചാലും ഞാൻ സമ്മതിക്കില്ല. എന്ത് ഞങ്ങൾക്ക് വേണം നിന്നെ, പ്ലീസ് ആലസി. എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നോ നോ. എന്റെ തെറ്റല്ല. ഞാനായിട്ട് നിങ്ങളെ കൂടെ ജീവിതം നശിപ്പിക്കരുത്. പാവലോകത്ത് എന്തൊക്കെയാ നടക്കണിരിക്കുന്നു. എന്നോട് ശരിക്കും ഞാനൊന്നും അറിഞ്ഞോണ്ടല്ല. ആ ധൈര്യത്തിൽ പറയാം, നീ എന്നെ വിട്ട് എവിടെയും പോകരുത് പ്ലീസ്. നീ പേടിക്കണം. ഐ വിൽ സോൾവ് എവരി പ്രോബ്ലംസ്. ഞാൻ അറിഞ്ഞു ഉണ്ടായിരുന്ന നിന്റെ സീനിയർ മരിച്ചെന്ന് നിന്റെ തെറ്റായ വെറും വിചാരം മാത്രമായിരുന്നു. പറട്ട പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ഞാൻ തീർത്തു കൊടുത്തോളാം, അവർ കുഴപ്പം ഞാൻ തീർത്തു കൊടുത്തോളാം. ഇന്ന് ഡിസ്ചാർജ് വാങ്ങി നമ്മളെ വീട്ടിലോട്ട് പോകണം. നീ ഒന്നും പറയണ്ട ആലസി, ഞാൻ നിന്നെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോവാം. നീ എൻ്റെ പെണ്ണ, നീ എന്തിനായിട്ടുള്ള ആരും പേടിക്കുന്ന? നീ ആരും പേടിക്കേണ്ട കാര്യമില്ല. A few moments later. അങ്ങനെ പച്ചയ്ക്കായിരുന്നല്ലേ ഇത്ര കാലം മരിച്ചെന്നെ കൊണ്ട് വിശ്വസിപ്പിച്ച്. എന്ത് നേടി നിങ്ങളെല്ലാവരും? ഇപ്പൊ എന്തിനാ എന്നെ തേടി വന്നത്? ഉണ്ടോ? അതിനെല്ലാം ഉള്ള ഉത്തരവാദിത്തം ഞാൻ വന്നു. എനിക്ക് നിന്നോടെല്ലാം പറയണം. എനിക്ക് ആക്സിഡന്റ് പറ്റി. ആ ടൈമില് സത്യത്തിൽ ഞാൻ ചത്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ അവരാ പറഞ്ഞ് ഞാൻ ചത്തെന്ന് നിന്നോട്. കള്ളം. പിന്നീട് കുറെ കാലത്തോളം ഞാൻ കോമയിലായിരുന്നു. അങ്ങനെ ഒരു 6-7 മാസത്തോളം കോമ. അതും ചത്ത ശവം മാത്രമായിരുന്നു. ജീവനും ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയെങ്കിലും എൻ്റെ പഴയ പല ഓർമ്മകളും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. നീ എന്ന വലിയൊരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മറന്നുപോയി. നിന്നെ ഞാൻ അപ്പാട് മറന്നുപോയി ആലസി.
പിന്നെ 3-4 കൊല്ലത്തോളം ഞാൻ 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 എന്നെ തന്നെ അന്വേഷിക്കായിരുന്നു. ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു എന്നൊക്കെയുള്ള. എനിക്ക് ഇന്ന് ഞാൻ നിന്നെ കണ്ടപ്പോഴാണ് എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നേ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്നെ മറന്നുപോയി എന്നുള്ളത്. എൻ്റെ അമ്മ അവരെന്ത് ക്രൂര, അവർ നിന്നോട് ചെയ്ത ക്രൂരത, അതിന് ഞാൻ 100,000 വട്ടം ക്ഷമ ചോദിക്കും. അതിന് ഞാൻ അവർക്ക് നൽകുന്ന പ്രതികാരം നിന്നെ കല്യാണം വെച്ച് എൻ്റെ പെണ്ണായിട്ട് എൻ്റെ തറവാട്ടിലോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അവർ കൺകുളിർക്ക് കാണട്ടെ. നീ എൻ്റെ പെണ്ണ ആലസി, എൻ്റെ മാത്രം. ആലസി, ഈ റിങ്ങൊക്കെ മാറ്റും. ഈ കയ്യിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു മോതിരം അണിയിക്കും. നീ എൻ്റെ കുട്ടികളുടെ അമ്മയാവും, എൻ്റെ മാത്രം. ആലസി, എന്നുണ്ടാവണം നീ എൻ്റെ കൂടെ. എനിക്കൊരു കാര്യം ഒന്നും കേൾക്കണ്ട. എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ കല്യാണം ഉറപ്പിച്ചില്ലായിരുന്നു, നീ അറിഞ്ഞോ ആവോ? അതൊക്കെ വേഗം ക്യാൻസൽ ചെയ്യണം. നമ്മളെ കെട്ട് വേഗം നടത്തണം. പക്ഷെ നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആലസി. ഞാൻ പോവാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ വേഗം വരാം. ഞാൻ എന്താ ചെയ്യുക? അലോകേട്ടനൊന്നും അറിയാതെ എന്തൊക്കെയോ. ഞാനില്ല, എനിക്ക് പേടിയാ അങ്ങോട്ട് ചെല്ലാൻ. നീ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് നമ്മൾ വീട്ടിൽ ചവിട്ടി കയറിയാൽ മതി. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട. എന്റെ ധ്രുവേട്ട പ്ലീസ് വേണ്ട, എനിക്ക് പേടിയാ. ആന്റി കെട്ടിലമ്മായി ഇങ്ങോട്ട് കെട്ടിയെടുത്തോ. എന്താ ചുറിയും കുത്തി വന്നേക്കും. നിനക്കൊക്കെ അന്ന് എന്റെ മോന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കിയപ്പോ നീ ഈ വീട്ടിൽ തന്നെ കയറി പറ്റിയല്ലേ. അതിൽ നിന്നെ പോലത്തെ വർഗങ്ങളൊക്കെ കുറെ കണ്ടത് ഈ വൈദേഹി. എനിക്കറിയാം നിന്നെ പോലത്തെ നായ്ക്കളൊക്കെ സ്വഭാവം. എന്താ നിങ്ങൾ പറഞ്ഞ? ഈ കൈ നിങ്ങളെ ചെകിട്ടത്ത് പതിയേണ്ട സമയം കഴിഞ്ഞു. അമ്മായി ആണ് എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി പോകുമ്പോ നിങ്ങൾ ആരാ തലയ്ക്കറ? നിങ്ങൾ ആരാന്നാ നിങ്ങളെ വിചാരം? പ്രായത്തിന്റെ പക്വതയെങ്കിലും കാണിക്കി മിസ് വൈദേഹി. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. എന്നാലും ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണം. ജീവിതം ഇങ്ങനായി. ഈ ഒരു വൃത്തിയുടെ ജീവിതത്തിലോട്ട് ഞാൻ നിങ്ങളെയും കൂടി ഇൻവൈറ്റ് ചെയ്തില്ല. ക്ഷമ ചോദിക്കൂ. എന്തിനാ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന്? എന്തിനാ? എത്ര നല്ല ആൾക്കാരുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ഈ ഗതികെട്ടവളായ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ജനിച്ചപ്പോ ഓർമ്മ വെച്ച കാലത്ത് ആകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ പോയി. പിന്നെ എൻ്റെ അച്ഛനാണ് വളർത്തിയത്. പിന്നെ ഞാൻ സ്നേഹിച്ച് എൻ്റെ ആരോഗ്യമായിട്ട് എന്നെ വിട്ട് പോയി എന്ന് വിചാരിച്ച് ഇത്ര കാലം ജീവിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ് വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോ തിരിച്ചു വന്നു ആരോഗ്യമായിട്ട്. ഇത്രയും ഗതികെട്ട എൻ്റെ ജീവിതത്തിലോട്ട് നിങ്ങൾ എന്തിനാ വന്നേ? യു ഡിസേർവ് മോർ ബെറ്റർ. റിയലി യു ഡിസേർവ് മോർ ബെറ്റർ. ഇതെന്താ? ടിക്കറ്റ്സ് ടു പാരീസ്. എന്താ ഇത്? ഞാൻ അവനോടെല്ലാം തുറന്നു പറയും.
അവന് മനസ്സിലാവും. അവൻ ഞങ്ങളുടെ ഉണ്ണിയല്ലേ, അവനെല്ലാം മനസ്സിലാവും. അതെന്താ വെച്ചാ നമ്മള് ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. എങ്ങാനും പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച്. 2 വീക്ക് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണ്, പക്ഷെ ഇനിയിപ്പോൾ നടക്കത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഇത്രയും വലിയ വലിയ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതങ്ങനെയൊക്കെ ആയി. ടോയേട്ടാ, Alice, da